ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് 888 പോർട്ടൽ, അതായത് 888 പോർട്ടലാണ്. കാരണം ഓഗസ്റ്റ് 8 8ാമത്തെ മാസം, വർഷം കൂട്ടിക്കഴിഞ്ഞാൽ 8ആണ് സംഖ്യ വരുന്നത്. അതുകൊണ്ടാണ് 888 വരുന്നത്. ഈ ഒരു പോർട്ടൽ വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് പ്രപഞ്ചത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കാൻ പോകുന്നത്. അതാണ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്, അതുതന്നെയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, നിങ്ങളിലേക്ക് ഏത് മാറ്റത്തിൻ്റെ വാതിലാണ് തുറക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ 2 ഫയലുകൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ് നിങ്ങൾക്കിഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ 2 ഫെയറി ഒറക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ സോൾ ഒറക്കിൾസും ഉണ്ട്. സെലക്ട് ചെയ്തോളൂ. സെലക്ട് ചെയ്ത് കാണുമല്ലോ. നമുക്കപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഇത് അവിടെ ഇരിക്കട്ടെ. നമുക്കിനി ടാരോ കാർഡ്സ് റീഡ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ 1ാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണ്? പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ദ ചാരിയോട്ട്, ദ വീൽ ഓഫ് ഫോർച്യൂൺ, വളരെ മനോഹരമായ എനർജി, വളരെ സുന്ദരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി. 10 ഓഫ് പെൻറ്റക്കിൾസ്, കാർഡ്സ് ഷഫിൾ ചെയ്യുന്നതൊന്നും ചിലർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടുന്ന് ആകെപ്പാടെ പെൻറ്റക്കിളിൻ്റെ എനർജിയാണ്. കണ്ടോ? സാമ്പത്തികം വരുന്നുണ്ട്, ഒരുപാട് പേരിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ്. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, കണ്ടോ? കിങ് ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് കപ്സ്, കിങ്ങിൻ്റെ പദവിയും വരുന്നുണ്ട്. പിന്നെന്താ വേണം? ഇവിടെ ക്യൂൻ ഓഫ് കപ്സ്. ഇവിടെ ആർക്കും ഒരു വിഷമവും ഇല്ല, എല്ലാവർക്കും വളരെയധികം സന്തോഷം. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതും പെൻറ്റക്കിൾ തന്നെ, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇത് നമുക്ക് റീഡ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികത്തിൻ്റെ എനർജിയാണ്, സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് ചിലരൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് പുതിയ ജോലി സാധ്യത, പുതിയ ജോലി നോക്കിയിരുന്ന് വിഷമിക്കുന്നവർക്ക് അതിൻ്റേതായ സാധ്യതയാണ് വരാൻ തുടങ്ങുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതെ, തീർച്ചയായിട്ടും ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കാൻ, അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ട് ശമ്പളം കിട്ടാതെ നോക്കിയിരിക്കുന്നവരുടെ എനർജി, അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. നിങ്ങൾ നോക്കിക്കുക, ഇവിടെ മുഴുവനും പെൻറ്റക്കിളിൻ്റെ എനർജിയാണ്, സാമ്പത്തികത്തിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരുപാട് പേരിലേക്ക് സമ്പത്തിൻ്റെ എനർജി വരുന്നുണ്ട്. വളരെ നല്ല പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ് 88 പോർട്ടൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത്. അപ്പോൾ നോക്കിക്കുക, നല്ലൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് ഇവിടെ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോഴെന്താണ്? ഇവിടെ തീർച്ചയായിട്ടും പലർക്കും
സാമ്പത്തികം ലഭിക്കാനുള്ള സാധ്യത വരുന്നുണ്ട്. അതിനായിട്ട് ഒരുപാട് നോക്കിയിരിക്കുന്നവർക്കൊരു ആശ്വാസം വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ വിദേശത്തൊക്കെ ജോലിക്ക് പോയിരിക്കുന്നവർക്ക് അത് ലഭിക്കാൻ, ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. വിദേശത്തേക്ക് പഠിക്കാൻ പോവുക, പഠിച്ചുകൊണ്ട് ജോലി ചെയ്യുക, ഇതൊക്കെയും സാമ്പത്തികം നിങ്ങളിലേക്ക് വരാനുള്ള ചില മാർഗങ്ങളാണ്, ചില സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പേർ ആഗ്രഹിച്ചിട്ടുണ്ടാവും, ചിലരൊക്കെ അവിടെ നിന്ന് വരാനും ആഗ്രഹിച്ചിട്ടുണ്ടാകും. എന്നിരുന്നാൽ കൂടെയും ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാകുന്നുണ്ട് പലരുടെയും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ചാരിയട്ടാണ്, കണ്ടില്ലേ, ഇവിടെ വാഹനം വാങ്ങിക്കാനുള്ള എനർജി ഉണ്ട്. പലർക്കും ഇപ്പോൾ വാഹനം വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. ലൈസൻസ് വേണ്ടി നോക്കിയിരിക്കുന്നവർ ഉണ്ടാകും. അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ തന്നെ അത് വളരെ വിദഗ്ധമായിട്ട് വാഹനം ഓടിക്കുന്നവർ, വാഹനം കൈകാര്യം ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ എനർജിയും ഉണ്ട്. പുതിയ വാഹനം ആരിലൊക്കെയോ വാങ്ങിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണെന്ന് കാണുന്നു. ശൈവഭക്തരോ വിഷ്ണു ഭക്തരോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെയുള്ള അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ആൾക്കാരെയും കൂട്ടിച്ചേർത്ത് യോജിച്ച് കൊണ്ടുപോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലായാലും നിങ്ങൾക്കതിനുള്ള ഒരു കഴിവുണ്ട്. തീർച്ചയായിട്ടും മറ്റ് പല തരത്തിലുള്ള ആൾക്കാരെ ഒന്നിച്ച് ചേർത്ത്, നെഗറ്റീവായിട്ടുള്ളവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരെയും ഒക്കെ കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് ഒരു സക്സസ്സിലേക്ക് പോകാനുള്ള വഴി നിങ്ങൾക്കറിയാം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളൊരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് വരെയും ഒരു സമാധാനമില്ല എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം അതിനൊരു ദൃഢനിശ്ചയം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നിങ്ങൾ എന്ത് തരത്തിലുള്ള പ്രയത്നത്തിലൂടെയും ഹാർഡ് വർക്കും നിങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. വിക്ടറിയുടെയും സക്സസിൻ്റെയും ഇവിടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് പലതരത്തിലുള്ള വിക്ടറി, സക്സസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ഒരു കഠിനാധ്വാനം നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. പലരും വാഹനം വാങ്ങിച്ച് വെച്ചിട്ട് ഓടിക്കാൻ മടി പിടിച്ചിരിക്കുന്നവരുണ്ട്. അതല്ല എങ്കിൽ ലൈസൻസ് കിട്ടാതെ നോക്കിയിരിക്കുന്നവർ, 1-2 തവണയൊക്കെ എക്സാം എഴുതിയിട്ട് നോക്കിയിരിക്കുന്നവർ, അത് കിട്ടാതെ ഇരിക്കുന്നവർ, പക്ഷേ അവർക്ക് എല്ലാം ഇവിടെ സക്സസ് ആണ് ലഭിക്കുന്നത്. അവർക്കതെല്ലാം ലഭിക്കാനുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് തന്നെ വീൽ ഓഫ് ഫോർച്യൂണാണ്. നിങ്ങൾക്ക് മാറ്റത്തിൻ്റെ ഒരു തുടക്കം വന്നിരിക്കുന്നു. നിങ്ങളുടെ ലൈഫിലേക്ക് ഇതുവരെ ഉള്ള അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നല്ല ഒരു മാറ്റം വരുന്നുണ്ട്. ഒരു മാറ്റത്തിൻ്റെ വാതിലാണ് നിങ്ങൾക്കിവിടെ തുറക്കാൻ തുടങ്ങുന്നത്. അത് ഭാഗ്യത്തിൻ്റെ വാതിലാണ് എന്ന് തന്നെയാണ് കാണുന്നത്. ഇതുവരെയും വിചാരിച്ചിരുന്ന പല കാര്യങ്ങളിൽ നിന്നും മുന്നോട്ട് വളരെ സ്പീഡിലായിട്ട് അപ്രതീക്ഷിതമായിട്ട് ചില ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കണ്ടില്ല, പെൻറ്റക്കിൾ തന്നെ എർത്ത് സൈൻ, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെയും ഉണ്ട് സാമ്പത്തികം വന്നു ചേരുമ്പോൾ വളരെയധികം സന്തോഷം, മറ്റുള്ളവരെല്ലാം നിങ്ങളോടൊപ്പം ചേരുന്നു. ഇവിടെയും അത് തന്നെ, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ധാരാളം സമ്പത്ത്, ധാരാളം സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത്. അതുവഴി നിങ്ങളിലേക്ക് പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് തന്നെ ഒരുപാട് സ്നേഹം തോന്നുന്ന അവസ്ഥയും ഇവിടെയുണ്ട്. ഒരുപാട് പേരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു എനർജി. കാരണം എന്താണെന്ന്, പഴയതിനേക്കാളും നല്ല ഒരു മാറ്റം നിങ്ങൾക്കിവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. വളരെ നല്ല എനർജിയിലേക്കാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ കാണുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾക്കൊരു ഭാഗ്യത്തിൻ്റേതായ വാതിലാണ് നിങ്ങളുടെ മുൻപിൽ തുറക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെയും മുട്ടിക്കൊണ്ടിരുന്ന വാതിലുകളൊന്നും തുറന്നിട്ടില്ലായിരിക്കാം, പക്ഷേ ഇനി ഈ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ഭാഗ്യം ലഭിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട്. അതിനായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയിലേക്കാണ് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും ഇവിടെ പറയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. വീണ്ടും അതുതന്നെ പെൻറ്റക്കിളിൻ്റെ എനർജി. ഇവിടെ പുതിയ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് കിട്ടാനിരുന്ന സാമ്പത്തികം ലഭിക്കുന്നുണ്ട്. നിങ്ങൾ സമ്പത്ത് കൊണ്ട് നിങ്ങൾ ഇവിടെ വീട് വാങ്ങാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കാനോ ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നു. ചില ലോണുകൾ നോക്കിയിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ചില ലോട്ടറിയൊക്കെ എടുത്തിട്ട് നോക്കിയിരിക്കുന്നവർക്ക് ചെറിയ തോതിലെങ്കിലും അത് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്.
ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് ഇതുവരെ വിചാരിച്ചിരുന്നത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതേ ഉള്ളൂ, അത് നടന്നിട്ടില്ല. ഇനി അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾഡ് വാങ്ങിക്കാനുള്ള എനർജി, ഏത് തരത്തിലൂടെയും നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. പുതിയ ജോലിയാവാം, പുതിയ ശമ്പളമാവാം. അതുതന്നെയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന എനർജിയും സമ്പത്തിൻ്റെ എനർജിയാണ് ഇവിടെ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയാം, നിങ്ങളിലേക്ക് ഈ ഒരു സാമ്പത്തികത്തിൻ്റെ ഫിനാൻസിൻ്റെ ഡോറാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് എന്ന്. ഇവിടെ കണ്ടില്ലേ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പടിപടിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ്. ഒരു ജോലി ഇപ്പോൾ വിദേശത്ത് കിട്ടി, അതിൽ നിന്ന് നിങ്ങൾ പടിപടിയായി മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പച്ചപ്പ് നിറഞ്ഞ ഒരു ഭൂമിയിൽ പച്ചപ്പ് ആസ്വദിക്കുന്നത്, അതായത് ഹൃദയം എങ്കിൽ ബോഡി മുഴുവനും ഫ്രഷായിട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് നിങ്ങൾ പോകാൻ തുടങ്ങുന്നു. ആ ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള സാധ്യത വരുന്നു. അതിനുള്ള സമയം നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. കിങ്ങിൻ്റെ പദവിയാണ് ഇവിടെ. കിങ്ങിൻ്റെ പദവി വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നിങ്ങളുടെ സമൂഹത്തിലൊക്കെ വളരെ ഉയർന്ന ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. എങ്ങനെയുള്ള പദവിയാണ്? നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും അതല്ല എങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലേക്കും നിങ്ങൾ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വളരെ വലിയൊരു വിജയമാണ് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ജോലിയിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഉണ്ടാവാൻ പോകുന്നു. ഇതുവരെ കിട്ടാതിരുന്ന ചില അംഗീകാരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ അവിടെ കിങ്ങായിട്ട് വാഴാൻ പോകുന്നു. പലരും നിങ്ങളെ അനുമോദിക്കുക, ആശംസിക്കുക, അല്ലെങ്കിൽ ആദരിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളില്ലാതെ അവരുടെ ഒരു കാര്യം സാധ്യമാവില്ല. ഏത് കാര്യത്തിനും നിങ്ങളെ വിളിക്കുന്ന ഒരു എനർജി, നിങ്ങളുടെ ഉപദേശം വേണം എല്ലാവർക്കും എപ്പോഴും. അത്തരത്തിലുള്ള ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി. ഇവിടെ കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണിൽ എല്ലാ തരത്തിലുള്ള എനർജീസും ഉണ്ട്. ഇവിടെ വാട്ടർ സൈനുണ്ട്, അതുപോലെ എർത്ത് സൈനുണ്ട്, അതുപോലെ എയർ സൈനുണ്ട്, പിന്നെ എല്ലാ തരത്തിലുള്ള എനർജീസും ഇവിടെയുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. കാരണം ഇവിടെ പലരും ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി, പ്രണയത്തിന് വേണ്ടിയാവാം, മറ്റൊരാൾ വിട്ടുപോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വ്യക്തി വന്നു ചേരാൻ വേണ്ടിയാവാം. പ്രതിസന്ധികൾ ഒരുപാടുണ്ട് ചുറ്റിനും. പക്ഷേ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. തപസ്സനുഷ്ഠിക്കുന്ന ഒരവസ്ഥ. ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടിയാവാം, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയാവാം, ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയാവാം, ചിലപ്പോൾ എന്തെങ്കിലും നേടാൻ വേണ്ടിയാവാം, ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയുമാകാം. ഇവിടെ ഹൃദയപരമായ ഒരുപാട് ഇമോഷൻസ് അതിവിടെ ധാരാളമായി കാണുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട്, കാരണം ആ പിരിഞ്ഞു പോയ വ്യക്തി ഇല്ലാതെ ജീവിതമില്ല. അതാണ് അവർ പിരിഞ്ഞു പോയതിന് ശേഷം, അവർ അകന്നു പോയതിന് ശേഷം യാതൊരു വിധത്തിലും ഉള്ള സന്തോഷവും ലഭിക്കുന്നില്ല. ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരേ ഒരു ചിന്തയിൽ മുഴുകിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും ശരി, അവരില്ലാതെ ഒരു ജീവിതം ഇല്ല എന്ന് കരുതിയിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ അവർക്കൊരു ലൈഫ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത്രയൊക്കെ. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും സ്നേഹത്തിൻ്റെ വാതിൽ തുറക്കുന്നുണ്ട്, പ്രണയത്തിൻ്റെ വാതിൽ തുറക്കുന്നുണ്ട്, അതുപോലെ പെൻ്റക്കിളിൻ്റെ സാമ്പത്തികത്തിൻ്റെ വാതിൽ നിങ്ങൾക്ക് തുറക്കുന്നുണ്ട്. മറ്റു ഭാഗ്യകരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള എനർജിയും ഇവിടെയുണ്ട്. ദൂരനാടുകളിലേക്ക് പോകാനുള്ള എനർജി, മനസ്സിലായില്ലേ? ചിലപ്പോൾ ചില കാര്യങ്ങൾ പഠിക്കാനുള്ള എനർജി, ഇതൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ട്, നിങ്ങളിവിടെ സെലക്ട് ചെയ്തത് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ദ ടൈം ടു. ഇവിടെ റൊമാൻസ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നമ്മൾ പ്രണയം പറഞ്ഞതേ ഉള്ളൂ. റൊമാൻസ് കണ്ടില്ലേ? ദ ടൈം ഫോർ റൊമാൻസ് ഹാസ് കം, സീ ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ എ റേഡിയൻ്റ് ലൈഫ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ടൈം ഫോർ റൊമാൻസ് ഹാസ് കം, റൊമാൻസ് വരാനുള്ള സമയമായിരിക്കുന്നു. പ്രണയം നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. കണ്ടല്ലേ? ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ്. കിങ് ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് കപ്സ്.
അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. സീ ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഇത് കണ്ട് ഇതിനുള്ള അവസരമാക്കുക. എന്തിനു വേണ്ടി? ഉന്മേഷത്തോടു കൂടി ജീവിക്കാനുള്ള അവസരമാക്കുക. ഉന്മേഷത്തിൻ്റെതായ അവസരം ആക്കി തീർക്കുകയാണ് വേണ്ടത്. കൂടുതൽ കൂടുതൽ ഉന്മേഷകരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് നിങ്ങൾ തിരിച്ചറിയുക, അത് നിങ്ങൾ സ്വീകരിക്കുക. ഇത്തരത്തിലുള്ള എനർജി വരുന്നതിന് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും. നിങ്ങളതിനെ സ്വീകരിക്കുക. അതുവഴി മുന്നോട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി പോവുക. അത് നിങ്ങളെ വളരെയധികം എനർജറ്റിക് ആക്കും എന്നാണ് പറയുന്നത്. അതുപോലെയുള്ളൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ദ ടൈം ഈസ് റൈറ്റ് സീ ദ ഡേ ആൻഡ് മേക്ക് പ്രോഗ്രസ് ഓൺ യുവർ സോൾ പാത്ത്. ഇവിടെ പറയുന്നത് എന്താണ്? ടൈം ഈസ് റൈറ്റ്, സമയമായിട്ടുണ്ട്. ഈ സമയം നിങ്ങളിലേക്ക് കറക്റ്റ് സമയമാണിപ്പോൾ. അതായത് പറഞ്ഞില്ലേ, ഇവിടെ നല്ല എനർജി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സമയമായിട്ടുണ്ട്. ഈ സമയം വളരെയധികം നല്ലതാണ്. റൈറ്റ് ടൈമാണ് നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണമെന്ന എല്ലാ ദിവസങ്ങളിൽ മുഴുകുക. എങ്ങനെ മുഴുകണമെന്നാണ് പറയുന്നത്? നിങ്ങളുടെ സോൾ പാത്ത്, സോളിൻ്റെ വഴിയിലൂടെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകൂ എന്നാണ്. അതിന് കുറച്ചുകൂടി പ്രോഗ്രസ് ഉണ്ടാക്കിയെടുക്കൂ എന്നാണ് പറയുന്നത്. സോളിനെ സന്തോഷിപ്പിക്കാനും ആനന്ദം അനുഭവിക്കാനും ഒക്കെയുള്ള ദിവസങ്ങളായിട്ടുണ്ട്. നിങ്ങൾ അതിനുള്ള കുറേ കാര്യങ്ങളിലൂടെ മുഴുകുക. സോളിൻ്റെ സന്തോഷമാണ് വലുത്. അതിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ശ്രമിക്കേണ്ടത്. അതിനുള്ള വഴിയാണ് നിങ്ങൾക്കിപ്പോൾ തുറന്നു വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അടുത്തത് വന്നിരിക്കുന്നത് അവേക്കൺ ദ മാജിക് ഓഫ് യുവർ ക്രിയേറ്റിവിറ്റി, ഇമ്മേഴ്സ് യുവർ സെൽഫ് ഇൻ ദ വേൾഡ് ഓഫ് ഫീലിങ്സ്. നിങ്ങളിലേക്ക് എന്താണ്? ക്രിയേറ്റിവിറ്റിയുടെ ഒരു മാജിക്ക് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ക്രിയേറ്റീവ് പവറുള്ള ആൾക്കാരാണെന്ന് കാണുന്ന, ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങൾ. അതുവഴി നിങ്ങളുടെ സോളിൻ്റെ സന്തോഷം എന്താണെന്ന് അറിയുക. അതുവഴിയാണ് നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ലഭിക്കുന്നത്. കണ്ടില്ലേ, ഏത് കാര്യത്തിനും നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. ആ ഒരു സോളിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്നതാണ്. അതിൻ്റെ വഴിയേ നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്കൊരു മജീഷ്യനാവാൻ സാധിക്കും. നിങ്ങൾക്ക് വളരെ നല്ല മാജിക്ക് കാണിച്ച് തന്നെ നിങ്ങൾക്ക് അത്ഭുതകരമായ പല പ്രവർത്തികൾക്കും നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. പല പ്രവൃത്തികളും നിങ്ങളെക്കൊണ്ട് സാധ്യമാകുന്നതാണ്. നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുക, ആസ്വദിക്കുക. മറ്റുള്ള സ്നേഹത്തിൽ നിന്ന് നിങ്ങൾക്ക്, അല്ലെങ്കിൽ പ്രകാശം, ഇതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുക. ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് മാജിക്ക് കാണിക്കാൻ പറ്റും. ഈ ഒരു മാജിക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിങ്ങളുടെ ക്രിയേറ്റീവ് പവറാണ്. മനസ്സിലായില്ലേ? നിങ്ങളിൽ തന്നെ ഉണ്ട് ഒരു ദൈവികമായ ഒരു ശക്തി നിങ്ങളിലുണ്ട്. ഒരു ക്രിയേറ്റീവ് പവർ നിങ്ങളിലുണ്ട്. ആ ഒരു പവറെ നിങ്ങൾ അവേക്കൺ ചെയ്തെടുക്കുക, ഉണർത്തിയെടുക്കുക എന്നാണ് പറയുന്നത്. അല്ലാതെ അത് കാണാതെ ഇരിക്കരുത്. നിങ്ങളിലുള്ള ശക്തിയെ നിങ്ങൾ കാണാതെ ഇരിക്കരുത്. ആ ഒരു ശക്തി നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു കഴിവ് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. പറഞ്ഞില്ലേ? അപ്പോൾ ആ ഒരു ശക്തിയിലൂടെ, ആ ഒരു പവറിലൂടെ നിങ്ങൾ മുന്നോട്ട് വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് പല ഇന്ദ്രജാലങ്ങളും കാണിക്കാൻ പറ്റുമെന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സ്വയം മനസ്സിലാക്കുക, സ്വയം ഉള്ളിലേക്ക് പോവുക. ഉള്ളിലുള്ള പ്രകാശത്തെ നിങ്ങൾക്ക് ഇന്ദ്രജാലം വഴി കൊണ്ടുവരാൻ സാധിക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്തും സാധിച്ചെടുക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിലുള്ള ക്രിയേറ്റീവ് പവറിനെ നിങ്ങൾ ഉണർത്തിയെടുക്കൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റിലീസ് യുവർ ഇന്നർ റിബൽ. കണ്ടില്ലേ, നിങ്ങളിലൊരു ശക്തിയുണ്ട്, നിങ്ങളിലൊരു റിബലുണ്ട്, നിങ്ങളിലൊരു വിപ്ലവകാരിയുണ്ട്, നിങ്ങളിലൊരു യോദ്ധാവുണ്ട്. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ബി യുവർ സെൽഫ് ആൻഡ് ക്രിയേറ്റ് യുവർ ഓൺ യൂണിവേഴ്സ്. നിങ്ങളതിനെ കണ്ടെത്തി പരിപോഷിപ്പിച്ച് നിങ്ങൾക്ക് ഈ ലോകത്തേക്ക് നിങ്ങൾക്ക് പ്രകാശം പരത്താൻ സാധിക്കും. അതുതന്നെയാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ മടിപിടിച്ചിരിക്കാൻ പാടില്ല. നിങ്ങൾ അലസരാവരുത്. നിങ്ങളിൽ തന്നെ ഒരുപാട് കഴിവുകളുണ്ട്. നിങ്ങളതിനെ കണ്ടെത്തി പരിപോഷിപ്പിച്ച് ഈ യൂണിവേഴ്സിന് പ്രയോജനം ചെയ്യുന്ന വിധം ആക്കി മാറ്റുക. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ നല്ല മാറ്റങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളിൽ തന്നെ ഉണ്ട് ഒരു യോദ്ധാവ്. എന്തിനെ യുദ്ധം ചെയ്ത് നേടിയെടുക്കാനുള്ള കഴിവ് നിങ്ങളിൽ തന്നെയുണ്ട്. നിങ്ങളിൽ തന്നെയുണ്ട് ഒരു വിപ്ലവകാരി. മനസ്സിലായില്ല? അതിനെ നിങ്ങൾ കണ്ടെത്തുക, അതിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്.
ആ ഒരു കഴിവ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. ഇവിടെ ക്രിയേറ്റീവ് പവർ ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണർത്താൻ പറയുന്നുണ്ട്. ഇവിടെയോ അതുപോലെ തന്നെ നിങ്ങൾക്കുള്ളിലെ വിപ്ലവകാരിയെ ഉണർത്തിയെടുക്കൂ. നിങ്ങളിലൊരു യോദ്ധാവുണ്ട്. ആ ഒരു യോദ്ധാവിനെ നിങ്ങൾ ഉണർത്തിയെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യം നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കും. അതാണ് പറയുന്നത്. ലോകത്തിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. മാറ്റത്തിൻ്റെ വാതിൽ നിങ്ങളിലേക്ക് തുറക്കാൻ പോകുന്നുണ്ട്. അലസരായി മടി പിടിച്ചിരിക്കരുത് എന്നാണ് വീണ്ടും പറയുന്നത്. ഫീൽ ദ പവർ ഓഫ് യുവർ ബ്ലഡ് ആൻഡ് യുവർ ആൻസിസ്റ്റേഴ്സ്. യു ആർ നോട്ട് എലോൺ. അല്ലേ, നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ എന്താണ്, നിങ്ങൾ മടി പിടിച്ചിരിക്കുക, നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത പാടില്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല. യു ആർ നോട്ട് എലോൺ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളോടൊപ്പം ആൾക്കാരുണ്ട്. ആരുണ്ട്? നിങ്ങളുടെ പിരിഞ്ഞു പോയ പൂർവികർ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് റിലേറ്റീവ്സ് ഉണ്ട്. അവരുടെ ശക്തി എന്താണ്? അത് ഫീൽ ചെയ്യണം. അവരുടെ അനുഗ്രഹത്തിനായിട്ട് ഫീൽ ചെയ്യണം. അവരുടെ അനുഗ്രഹത്തിനായിട്ട് നിങ്ങൾ യാചിക്കണം. അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അത് നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക തന്നെ വേണം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പിതൃക്കൾക്കൊക്കെ ബലിയിടുന്നവരൊക്കെ ഉണ്ടാവും. പിതൃക്കൾക്ക് അന്നം കൊടുക്കുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അന്നം കൊടുക്കുക, ജലം കൊടുക്കുക, ഇതൊക്കെ എന്താണ്, മനസ്സ് അർപ്പിച്ച് തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. അവരുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ആൻസിസ്റ്റേഴ്സിൻ്റെ, നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹം ഉള്ളതാണ് നിങ്ങൾക്ക് എപ്പോഴും ഐശ്വര്യം തരുന്നത്. മനസ്സിലായില്ലേ? അവരെ മറന്നു കളഞ്ഞിട്ടൊരു ജീവിതം പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് മുൻപേ വന്നിട്ടുള്ള മരിച്ചുപോയവർ, അച്ഛൻ അമ്മമാരൊക്കെ മരിച്ചു പോയിട്ടുള്ളവരുണ്ടല്ലോ, അവരോട് മാപ്പപേക്ഷ നടത്തുക. അവർക്ക് വേണ്ടത് വർഷത്തിൽ ഒരിക്കലെങ്കിലും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താകും? ഒറ്റയാവില്ല. അവരുടെ സഹായം, അവരുടെ ഒരു സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതുവഴി നിങ്ങൾക്ക് എല്ലാത്തിലും വിജയം നേടിയെടുക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളിലും. ഇവിടെ എന്താണ്, ഫോളോ യുവർ വിഷൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഫോളോ യുവർ വിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നെവർ ലോസ് സൈറ്റ് ഓഫ് വാട്ട് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ ഒരിക്കലും ഫോളോ യുവർ വിഷൻ, നിങ്ങളുടെ കാഴ്ചയെ നിങ്ങൾ പിന്തുടരുക. നിങ്ങൾ എന്ത് കണ്ടോ, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് എന്ത് കണ്ടോ അതിനെ വിശ്വസിക്കാം നിങ്ങൾക്ക്. മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നതല്ല. മനസ്സിലായില്ലേ? കാഴ്ചയിലൂടെയാണ് മുന്നോട്ട് പോവേണ്ടത്. കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു അത് വിശ്വസിക്കാൻ പാടില്ല. നിങ്ങൾ കാണുന്നത് മാത്രമേ, നിങ്ങളുടെ നേത്രങ്ങൾ കൊണ്ട് കാണുന്നത് മാത്രമേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പാടുള്ളൂ. അത് മാത്രമാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ലയണാണ് വന്നിരിക്കുന്നത്. ഇവിടെ ലയൺ എന്ന് പറയുമ്പോൾ ഇവിടെ 8 ആണ്. 3+5 8 പോർട്ടലല്ലേ. ഇവിടെ ഒരു ധൈര്യത്തിൻ്റെ, ഒരു സ്ട്രെങ്ത്തിൻ്റെ, നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവുന്ന, നിങ്ങൾക്ക് കുറച്ച് സ്ട്രെങ്ത് കൈവരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ലിയോ പോർട്ടലാണല്ലോ ഇപ്പോൾ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നിങ്ങളുടെ കാഴ്ചയെ നിങ്ങൾ വിശ്വസിക്കുക, അല്ലെങ്കിൽ അതിലൂടെ അതിനെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. മറ്റുള്ളവരെ വിശ്വസിക്കാൻ പാടില്ല. മറ്റുള്ളവർ പറയുന്നതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കാഴ്ചശക്തി ഉണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾ കാണുന്ന ലോകത്തെ മനസ്സിലാക്കുക. അവിടെ നിങ്ങൾ കാണുന്ന ലോകത്തിൽ നിങ്ങൾക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ കഴിയും, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയും. അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് വിജയം നേടാം. 8 എന്നുള്ള നമ്പർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് എന്ന് കാണുന്നുണ്ട്. മനസ്സിലായിട്ട് പലർക്കും ആർക്കെങ്കിലും ബർത്ത്ഡേ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ 8 എന്ന് പറയുന്ന ഡേറ്റിൽ നടന്നിട്ടുണ്ടാവാം. അങ്ങനെ 8 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഫ്രണ്ട്ഷിപ്പാന്ന് പറയുന്നു ആണ്. ഇവിടെ ഫെയറീസ് ആൻഡ് ഹ്യൂമൻസ് അലൈക്ക്, ഫെയറി ഒറക്കിൾസ് ആണിത്. ഫെയറീസ് ആൻഡ് ഹ്യൂമൻസ് അലൈക്ക് നീഡ് ഫ്രണ്ട്സ്. നൗ ഈസ് ദ ടൈം ടു സീക്ക് ഔട്ട് ദോസ് ഹൂ വിൽ സപ്പോർട്ട് ആൻഡ് എൻകറേജ് യു ഓൺ യുവർ ജേർണി ടു ഫുൾഫിൽ യുവർ ഡ്രീംസ് എന്നാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെയധികം അത്യാവശ്യം. നമുക്ക് ഒരു ഫ്രണ്ടും ഇല്ലാത്ത ഒരവസ്ഥ ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? എന്തെങ്കിലും കാര്യങ്ങൾ തുറന്ന് പറയണമെങ്കിൽ നിങ്ങളോടൊപ്പം ഫ്രണ്ട്സ് ഉണ്ടാവണം. ഒരു ഫ്രണ്ട്ഷിപ്പ്, നല്ല ഒരു സൗഹൃദം നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഈ സൗഹൃദത്തിന് വളരെയധികം വിലയുള്ളതാണ്. പിന്നെ എല്ലാവരെയും അങ്ങ് സുഹൃത്താക്കാൻ പറ്റില്ല. നല്ല സുഹൃത്തെന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളെ മനസ്സിലാക്കുന്നവരായിരിക്കണം, നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങളോടൊപ്പം ചേരുന്നവരായിരിക്കണം. അല്ലാതെ സന്തോഷത്തിൽ കൂടി നിന്നിട്ട് അവരുടെ കാര്യം കഴിഞ്ഞിട്ട് മറയുന്ന സുഹൃത്തുക്കൾ ആവരുത്. സുഹൃത്ത് ബന്ധമെന്ന് പറയുന്നത് പല കാര്യങ്ങളും തുറന്നു പറയാനും ഒത്തൊരുമിച്ചൊരു കാര്യങ്ങളിലൂടെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരുന്ന പല നിമിഷങ്ങളിലും പങ്കുചേരാനും
ജീവിത വിജയം ഉണ്ടാക്കിത്തരുന്നതുമായിരിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സ്. നിങ്ങളെ മനസ്സിലാക്കുന്നവരായിരിക്കണം ഉറ്റ ഫ്രണ്ട്സ്. അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. മാനിഫെസ്റ്റേഷനാണ് പിന്നീട് വന്നിരിക്കുന്നത്. ബി വെരി ഹോണസ്റ്റ് ആൻഡ് ക്ലിയർ എബൌട്ട് വാട്ട് യു വിഷ് ടു മാനിഫെസ്റ്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ആഗ്രഹിക്കുന്നത്, അത്യാവശ്യമായിട്ട് വേണ്ടത്, നൗ റൈറ്റ് ഇറ്റ് ഡൗൺ ഓൺ പേപ്പർ. മാനിഫെസ്റ്റേഷൻ സ്റ്റെപ്പ് 1. ഇത് അപ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്നറിയാം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, ഒന്ന് നേടിയെടുക്കാനുള്ള ഒരു ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ വിട്ടുപിരിഞ്ഞിരിക്കുന്ന പ്രണയിനി വരണോ, അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ട്ണർ, പ്രണയിനി മാത്രമല്ലല്ലോ, ഒരു പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് പോയിരിക്കുന്നു, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കണമുണ്ടോ, ആഗ്രഹമുണ്ടോ, മെറ്റീരിയൽ തിങ്സ് എന്തെങ്കിലും, അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് ഒരു കണക്ഷൻ വേണമെന്ന് ആഗ്രഹമുണ്ടോ. നിങ്ങൾ എന്താണോ വേണ്ടത് അത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഉടൻ തന്നെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി തുടങ്ങുക. എഴുതി വയ്ക്കുക, എനിക്ക് ഇന്ന കാര്യങ്ങൾ സാധിച്ചു, കിട്ടിയതിന് നന്ദി, അതാണ് വേണ്ടത്. എനിക്കത് സാധിച്ച് കിട്ടിയതിന് നന്ദി, യൂണിവേഴ്സിന് നന്ദി, അതാണ് ഇവിടെ എഴുതി വയ്ക്കേണ്ടത്. ഞാൻ ഇന്ന് ആഗ്രഹിച്ച കാര്യം ഇതായിരുന്നു, അത് എനിക്ക് സാധിച്ച് കിട്ടിയതിന്, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വ്യക്തി എന്നിലേക്ക് വന്നു ചേർന്നു, അതിന് നന്ദി. തീർച്ചയായിട്ടും ഇത് കുറേ ദിവസങ്ങൾ നിങ്ങൾ എഴുതി വരുമ്പോൾ നിങ്ങളിലേക്ക് ആ ആഗ്രഹം മാനിഫെസ്റ്റ് ആവുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. ഇനി നമുക്ക് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ് നോക്കാം. എന്തൊക്കെയാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. മാറ്റത്തിൻ്റെ ഏത് വാതിലാണ് നിങ്ങൾക്ക് മുൻപിൽ തുറക്കാൻ പോകുന്നത്. 2 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. 3 ഓഫ് സോർഡ്സ്. ഫസ്റ്റ് പൈലിൽ പെൻറ്റക്കിൾ വന്നുവെങ്കിൽ ഇവിടെ സോർഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ 3 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. 8 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഇവിടെ വാൻഡ്സ് എനർജി വന്നിട്ടുണ്ട്, ഫയർ എനർജി വന്നിട്ടുണ്ട്. വാൻഡ്സ് എനർജിയും സോഡ് എനർജിയും വന്നിട്ടുണ്ട് ഇവിടെ. സിക്സ് ഓഫ് സോഡ്സ്. നൈറ്റ് ഓഫ് കപ്സ്. ഹൈ പ്രീസ്റ്റസ്. 10 ഓഫ് പെൻറ്റക്കിൾസ്. ക്യൂൻ ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത് എന്താണ്? സോഡ് എനർജി, അതുപോലെ തന്നെ വാൻസിൻ്റെ ഫയർ എനർജി, സോഡിൻ്റെ എയർ സൈൻ. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കണ്ടോ? ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താ? പെൻറ്റക്കിൾ ഇവിടെ സാമ്പത്തികത്തിൻ്റെ എനർജി, അത് നോക്കിയിരിക്കുന്നവരാണ്. ക്ഷമയോടുകൂടി പലരും നോക്കിയിരിക്കുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കിയിരിക്കുന്നവരുണ്ട്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് 2 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളിപ്പോൾ എന്തോ 2 കാര്യത്തിൽ മനസ്സ് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ 3 ഓഫ് സോഡ് വന്നിരിക്കുന്ന എന്തെങ്കിലും മാനസികമായിട്ട് ഒരുപാട് വിഷമത്തിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം, അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിലും ആവാം. അങ്ങനെ സാമ്പത്തികപരമായ കാര്യങ്ങളിലാണെങ്കിൽ അത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് നല്ല ഒരവസ്ഥ വരുന്നുണ്ട്. ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന എനർജി ഇവിടെയുണ്ട്. 3 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്. വാൻഡ്സ് ഫയർ സൈൻ ആണ്, ഏരീസ് ലിയോ സാജിറ്റേറിയസ് എനർജി. ഇവിടെ 8 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്ന വാൻഡ്സും ഫയർ സൈൻ, ഏരീസ് ലിയോ സാജിറ്റേറിയസ് എനർജി.
അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, വളരെയധികം സ്പീഡിലാണ് നിങ്ങളിലേക്ക് ഈ ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നത്. ജോലി സംബന്ധമായ കരിയർ സംബന്ധമായ കാര്യങ്ങളിലേക്കാണ്. ഇവിടെ എന്തിനു വേണ്ടി നോക്കി നിൽക്കുന്ന എനർജി ഉണ്ട്. ആ ഒരു നോക്കി നിൽപ്പെന്ന് പറയുന്നത് എന്താണ്, ഇവിടെ സക്സസ്സിലേക്ക് പോവുകയാണ്. യാത്രയിൽ വേണ്ടിയാണ് ഇവിടെ നോക്കി നിൽക്കുന്നത്. യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള എനർജിയാണ് നിങ്ങളിവിടെ കാണുന്നത്. അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുന്നു. എവിടെയോ യാത്ര പോയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചിലപ്പോൾ പ്രൊമോഷനാവാം, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് ജോലി കിട്ടിയതാവാം, കിട്ടാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാവാം. എന്തായാലും ശരി, നിങ്ങൾക്ക് ഇവിടെ കാത്തിരിപ്പ് നിങ്ങളുടെ സഫലമാകുന്നു. അത് വളരെയധികം സ്പീഡിലാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രസ് വരുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ 8 വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ 8 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 8 ഓഫ് വൺസ് എന്ന് പറയുന്നത് കണ്ടില്ലേ? അപ്പോൾ ഈ 8-ന് ഇവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ 8 പോർട്ടലാണല്ലോ. അപ്പോൾ ഈ ഒരു ജോലി സംബന്ധമായ കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് സാധ്യമാകുന്ന എനർജിയാണ്. കാരണം ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒന്നാവണം. ഇവിടെ അത് തന്നെയാവണം. ചിലപ്പോൾ 2 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളിൽ ഇവിടെ ആകെപ്പാടെ വിഷമിച്ച് നെഗറ്റീവ് അടിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. കണ്ണു തുറന്ന പ്രശ്നത്തെ കാണാൻ പറ്റുന്നില്ല, അത് സാധിക്കുകയും വേണം. എന്താണ്, അത്രമാത്രം വളരെ വിഷമകരമായ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ അതുതന്നെ 3 ഓഫ് സോഡ്, ഒരുപാട് സ്നേഹിച്ച വ്യക്തികളുമായിട്ടുള്ള വേർപിരിയലാവാം. ചിലപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ആരുടെയെങ്കിലും റിലേറ്റീവ്സിൻ്റെ മരണമുണ്ടാവാം. അവിടെയും നിങ്ങൾ ഹൃദയം പൊട്ടി വിഷമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം. പക്ഷേ ഇവിടെയൊക്കെ എളുപ്പം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വേഗത്തിൽ നിങ്ങൾക്കത് റിക്കവർ ചെയ്യാൻ പറ്റും, റിമൂവായിട്ട് വരാൻ പറ്റും. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചില വിഷമകരമായ അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം സ്നേഹം ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. പലവിധ പ്രശ്നങ്ങളിൽ നിന്നും ഇവിടെ റിമൂവ് ആകുന്ന കണ്ടില്ല, ദൂരേക്ക് പോവുകയാണ്. 6 ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത്, കടന്നു പോവുകയാണ്. എല്ലാവിധത്തിലുള്ള തോൽവികളും പരാജയങ്ങളും ഒക്കെ നിങ്ങൾ കടന്നു പോകും. ഇതെല്ലാ കാലത്തും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കില്ല. എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണോ, കുറേ കാലം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുകയാണോ, നിങ്ങൾ തീർച്ചയായിട്ടും വിചാരിക്കണം നിങ്ങൾക്കൊരു പുതിയ തുടക്കം അവിടെ വരികയാണ്. ഇത് മാറിക്കിട്ടും, പുതിയ ബിഗിനിങ്ങിലേക്ക് പോവുകയാണ് നിങ്ങളവിടെ. അല്ലാതെ ഒരുപാട് കാലം അത് സ്റ്റക്കായിട്ട് നിൽക്കില്ല. അതിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കവിടെ ഒരു മാറ്റം സംഭവിക്കുന്നതാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് 6 എന്ന് പറയുമ്പോൾ തന്നെ ഒരു മാറ്റമാണ്. നിങ്ങൾക്കിവിടെ പിതൃക്കളുടെ ആൻസസ്റ്റേഴ്സിൻ്റെ കണ്ടില്ലേ അനുഗ്രഹമുണ്ട് ഇവിടെ. അതുതന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ നല്ല വഴിയിലേക്ക് നയിക്കുകയാണ് ആൻസസ്റ്റേഴ്സ്. നിങ്ങളുടെ പൂർവികർ നിങ്ങളെ നല്ല വഴിയിലേക്ക് നയിക്കുന്നു. ഇതുവരെ നിങ്ങൾ മോശകരമായ സാഹചര്യങ്ങളിലാവാം, അവർ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് മുന്നോട്ട്, നല്ല ഒരു വഴിയിലേക്ക് മുന്നോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളുടെ ഈ വിഷമകരമായ അവസ്ഥകളെല്ലാം മാറി മുന്നോട്ട് വരികയാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നുണ്ട്. ഒരുപാട് ധാരാളമായിട്ട് ഇവിടെ സ്പിരിച്വൽ കണക്ഷനുള്ള ആൾക്കാരുടെ എനർജി കാണുന്നുണ്ട്. പല കാര്യങ്ങൾക്ക് നിങ്ങളുടെ അഡ്വൈസ് ഇല്ലാതെ മറ്റുള്ളവർ അത് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അതിനായിട്ട് നിങ്ങളെ ആശ്രയിക്കുന്ന എനർജി വരുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സംഭവമുണ്ട്. അതുപോലെ പല കാര്യങ്ങളും നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ അനുഭവത്തിലൂടെ നിങ്ങളൊരു പാഠം പഠിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ കേൾക്കുന്നത് കാണുന്നതൊന്നുമല്ല, നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അവിടെ നിന്നാണ് നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നത് ലൈഫിൽ. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്, ചെയ്യരുതാത്തത് എന്താണ്, നെഗറ്റീവ് എന്താണ്, പോസിറ്റീവ് എന്താണ്, ഇതൊക്കെ അറിയാനുള്ള കഴിവ് വന്നു കഴിഞ്ഞു. അവിടെ നിന്ന് നിങ്ങൾ പുതിയ തുടക്കങ്ങളിലേക്ക് പോകും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ഇവിടെ ആരിലോട്ടൊക്കെയോ പ്രണയം വരുന്നുണ്ട്. ദൂരദേശത്തു നിന്നും പലർക്കും വിവാഹാലോചനകൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ ഡിവൈൻ ബ്ലെസ്സിങ് ഉള്ള വ്യക്തി, ആർട്ടിസ്റ്റ് ആവാം. മനസ്സിലായല്ലോ? ഒരുപാട് ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും ഒക്കെ കഴിവുള്ള വ്യക്തികൾ, ഹാൻഡ്സമായിരിക്കാം, അല്ലെങ്കിൽ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക്, നിങ്ങളുടെ സോൾമേറ്റ് ആവാം. അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് ഇവിടെ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്.
അല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യമാണോ സന്തോഷകരമായി എന്തോ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, അതെനിക്ക് വന്നു ചേരണം, എന്നാൽ മാത്രമേ എനിക്ക് സന്തോഷമുണ്ടാവൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. അതുപോലെ തന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്, ഒരുപാട് മംഗളകർമ്മങ്ങൾ ഇവിടെ ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്. കണ്ടില്ലേ, ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇത് നിങ്ങളിൽ തങ്ങി നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കണക്റ്റായി കഴിഞ്ഞു സ്പിരിച്വലി. ഇപ്പോൾ തന്നെ ഒരുപാട് പേർ ഇപ്പോൾ സ്പിരിച്വൽ കണക്ഷനൊക്കെ ഉണ്ടായിട്ട് സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ. ഇതുവരെ ഇല്ലാതിരുന്ന പല തരത്തിലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിക്കാനുള്ള സമയം കൂടി ആയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പലരും ഇവിടെ സാമ്പത്തികം വരുന്ന എനർജി കണ്ടില്ല, സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുന്ന എനർജി ഇവിടെയുമുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസ് നിറഞ്ഞ സാമ്പത്തികമാണ്. സഫലീകരണം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നു, പുതിയൊരു മാറ്റത്തിലേക്ക് പോവുകയാണ് ലൈഫ് ഇവിടെ. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് സോർട്സ് കണ്ടില്ലേ, ഇവിടെ എന്താണ്? ഫ്രീഡം അനുഭവിക്കുകയാണ്. ഫ്രീഡം കിട്ടുന്ന ഒരു ദിവസത്തിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾ, ഒരു അവസരത്തിലേക്ക്, അത്തരം ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ്. എപ്പോഴാണ് ലൈഫിൽ ഒരു ഫ്രീഡം കിട്ടുന്നത്? ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടി എന്ന് തോന്നുന്നത്. ആ ഒരു ഫ്രീഡം എന്താണ്? സന്തോഷത്തിൻ്റേതാവാം. ആ സന്തോഷത്തിൻ്റെ വാതിലുകളാണ് ഇവിടെ തുറക്കപ്പെടുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഫ്രീഡം ലഭിക്കുന്ന ഒരു എനർജിയിലേക്ക്. ആഗസ്റ്റ് 15 എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന് തന്നെ ഫ്രീഡം കിട്ടുന്ന അവസ്ഥയാണല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ അതുതന്നെയാണ് വന്നിരിക്കുന്നത്. കണ്ടില്ല, നിങ്ങൾക്ക് ഫ്രീഡത്തിലേക്ക് പോകാനുള്ളത്, ഏത് കാര്യത്തിലും നിങ്ങൾ സന്തോഷം അനുഭവിക്കാനുള്ള ഒരു എനർജി. അപ്പോൾ ഇവിടെ ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള സാധ്യത നിങ്ങൾക്കിവിടെ സന്തോഷം തരുന്നതാണ് എന്നും കാണുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, നിങ്ങൾക്ക് അതിനെ തരണം ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെയുള്ള ഫ്രീഡമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫ്രീഡം ലഭിക്കുമ്പോൾ തന്നെ നിങ്ങളോടൊപ്പം കൂട്ടുകാർ കാണും, ആൾക്കാർ കാണും അല്ലേ? മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടിയുള്ള ഫ്രീഡം ഉണ്ടാകും ഇവിടെ. സ്നേഹം അനുഭവിക്കാനുള്ള സമയം ആയിരിക്കുന്നു. മറ്റുള്ളവർ വന്നു ചേരാനുള്ള ആൾക്കാർ, പലരും അകന്നു നിന്ന ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരും. സന്തോഷകരമായ സമയത്താണ് ആൾക്കാർ വന്നു ചേരുന്നത്. ദുഃഖിച്ചിരിക്കുമ്പോൾ ആരും കാണില്ല. എന്തെങ്കിലും ദുഃഖകരമായ ഒരു അവസ്ഥ വരുമ്പോൾ ആരും കാണില്ല. സന്തോഷം വരുമ്പോഴോ ആരെങ്കിലുമൊക്കെ എവിടെ നിന്നെങ്കിലും വരും. മനസ്സിലായില്ലേ? ദുഃഖത്തിൽ പങ്കുചേരാൻ ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾ എലോൺ ആവരുതേ എന്നും യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട് അല്ലേ? എലോണായിട്ടിരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹമുണ്ട്, പൂർവികരുണ്ട് നിങ്ങളോടൊപ്പം, മറ്റാൾക്കാരുണ്ട് നിങ്ങളോടൊപ്പം. അത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് വരണം. അതാണ്, അവിടെയാണ് നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുന്നത്. ആ ഫ്രീഡത്തിലൂടെ മുൻപോട്ട് പോകുമ്പോഴാണ് ജീവിതം സന്തോഷകരമായി അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളിനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രൊട്ടക്റ്റ് വാട്ട് യു ലവ്, ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ എന്തിനെ സ്നേഹിക്കുന്നോ അതിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെ സംരക്ഷിച്ച് വയ്ക്കൂ. പറഞ്ഞില്ലേ, ഇവിടെ ഫ്രീഡം കിട്ടുന്ന അവസ്ഥ കണ്ടില്ലേ? അതാണ് ഇതെന്താണ് ഇവിടെ? നിങ്ങളുടെ കടമയാണ്, നിങ്ങളുടെ ചുമതലയാണ്, അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഡ്യൂട്ടിയാണ്. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. എന്താണ് സ്നേഹം? കണ്ടില്ലേ, ഇവിടെ സഹജീവികളോടുള്ള സ്നേഹം, മറ്റുള്ളവരെ സ്നേഹിക്കുക, അതാണ് പറയുന്നത്. സഹജീവികളോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ മൃഗാദികളോടുള്ള സ്നേഹം. ഈ സ്നേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോകണം, സംരക്ഷിച്ച് കൊണ്ടുപോകണം. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യണം. ഇല്ല എങ്കിൽ എന്താണ്? നിങ്ങൾ സ്വയം സ്നേഹിക്കുക, നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും. സ്വയം സ്നേഹമില്ലാത്ത ഒരു വ്യക്തിക്കും മറ്റൊരു ജീവജാലങ്ങളെ അല്ലെങ്കിൽ ജന്തുമൃഗാദികളെ ഒന്നും സ്നേഹിക്കാൻ പറ്റില്ല. സ്വയം ആരാണെന്ന് കണ്ടെത്തണം, എന്താണ് എൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നത് എന്ന് കണ്ടെത്തണം. അത് മനസ്സിലാക്കിയ വ്യക്തിക്ക് മാത്രമാണ് മറ്റുള്ളവരെയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നത്. എന്നിലുള്ളത് തന്നെയാണ് മറ്റുള്ളവരിലും പ്രകാശിക്കുന്നത്. എൻ്റെ സോൾ തന്നെയാണ്, എന്നെപ്പോലെ ഒരു സോളാണ് മറ്റേത്. മനോഹരമായ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സോളാണ് മറ്റൊരു വ്യക്തിയിലും ഉള്ളത്. മറ്റൊരു വ്യക്തിയും അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വരും.
നിങ്ങൾ കുറച്ച് സ്പിരിച്വലി അവേക്കണാവുമ്പോൾ അപ്പോഴാണ് നിങ്ങൾക്ക് ആ അറിവ് വരുന്നത്. അതുവരെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് സോൾ, ഇതൊക്കെ എന്തോന്ന് എന്നുള്ള ഒരു ചോദ്യമായിരിക്കാം ഉള്ളിൽ നിന്നും വരുന്നത്. പക്ഷേ അങ്ങനെയല്ല, പല ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾ ഉള്ളിലെ പ്രകാശം കണ്ടെത്താൻ ശ്രമിക്കും. അപ്പോഴാണ് എല്ലാ ജീവികളിലും ഇങ്ങനെയൊരു സാധനമുണ്ട്, ഇങ്ങനെയൊരു സംഭവമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനോട് സ്നേഹമാവും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നേച്ചർ ഈസ് കാളിങ് യു, പ്രകൃതി നിങ്ങളെ വിളിക്കുന്നുണ്ട്. കണ്ടല്ലേ, ഇറ്റ് വാണ്ട്സ് ടു ടച്ച്, ഫുൾഫിൽ ആൻഡ് പ്രൊട്ടക്റ്റ് യു വിത്ത് ഇറ്റ്സ് ഹീലിംഗ് പവേഴ്സ്. എന്താണ്, പ്രകൃതിയിലുള്ള ഓരോ മൃഗാദികൾ, ഓരോ പക്ഷി ലതാദികൾക്കും നിങ്ങളോട് സ്നേഹമുണ്ട്. അവർ നിങ്ങളെ വിളിക്കുന്നുണ്ട്. എന്താണ്, അവരിൽ നിന്നും നിങ്ങൾക്ക് ഹീലിംഗ് ലഭിക്കുന്നുണ്ട്, നിങ്ങളെ അവർ സുഖപ്പെടുത്തുന്നുണ്ട്. മനസ്സിലായില്ലേ? ചില മരങ്ങൾ ഇവിടെ പറയാനാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആൽമരത്തെക്കുറിച്ച് തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക. ഏറ്റവും കൂടുതൽ ഓക്സിജൻ റിലീസ് ചെയ്യുന്നതാണ് ആൽമരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ അടുക്കൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെയും, നിങ്ങളിപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആൽമരം കാണുമല്ലോ, ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിങ്ങൾ ചെന്നിരുന്ന് കഴിഞ്ഞാൽ, അഥവാ ഇനി ക്ഷേത്ര പരിസരത്ത് കാണുന്ന ആലിൻ്റെ ചുവട്ടിൽ ചെന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ആൽമരത്തിന് 7 വലത്തിടുന്നത് ഏറ്റവും നന്നായിരിക്കും. ആൽമരത്തിന് 7 വലത്തിടുമ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. എന്താണ്, മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപായ, അഗ്രതോ ശിവരൂപായ, വൃക്ഷരാജായ തേ നമഃ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. 7 തവണ ആൽമരത്തിന് വലത്തിട്ടുകൊണ്ട് ഈ ഒരു മന്ത്രം ഒന്ന് ജപിച്ചു നോക്കൂ. എത്രമാത്രം സമാധാനം ലഭിക്കും. നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള ഓക്സിജൻ മുഴുവൻ നിങ്ങളുടെ ശരീരത്തിന് കിട്ടും. ഓക്സിജൻ ഇല്ലാതെ വരുമ്പോഴാണല്ലോ പല അപകട മരണങ്ങളും സംഭവിക്കുന്നത്, പല മരണങ്ങളും സംഭവിക്കുന്നത്. അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഓക്സിജൻ സിലിണ്ടർ അല്ലേ, ICUവിലേക്ക് ഓക്സിജൻ തരാൻ വേണ്ടി. ഈ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമുക്ക് ചുറ്റും തന്നെയുണ്ട് ഓക്സിജൻ, പക്ഷേ അത് നമ്മൾ കണ്ടെത്തുന്നില്ല, നമ്മളത് സ്വീകരിക്കുന്നില്ല. അപ്പോൾ നല്ലതായിട്ടിരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ഇപ്രകാരം ചെയ്തു നോക്കൂ. അതായത് ഈ മരത്തിൽ തന്നെയാണ് എല്ലാ സംഹാരമൂർത്തികൾ ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികൾ സ്ഥിതി ചെയ്യുന്നത് ഈ മരത്തിലാണെന്ന് കാണുന്നു. അപ്പോൾ അവിടെ കാരണം എന്താണ്? അതാണ് നിങ്ങൾക്ക് ജീവൻ തരുന്നത്. ഓക്സിജനാണ് നിങ്ങളുടെ പ്രാണവായുവല്ലേ. അപ്പോൾ അതാണല്ലോ നിങ്ങളുടെ ജീവൻ നിലനിർത്തുന്നത്. അതാണ് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് ഐശ്വര്യം കൊണ്ടുതരും എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രൊട്ടക്റ്റ് യു, അതാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നിങ്ങളെ സംരക്ഷിക്കുന്ന മരമാണ്. ആ മരത്തിന് നിങ്ങൾക്ക് ഹീലിംഗ് തരാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രകൃതിയുമായി കണക്റ്റ് ആവൂ എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. You are unique, be brave, a little crazy, but be yourself. You are unique. എന്താണ്? നിങ്ങൾ അതുല്യരാണ്. നിങ്ങൾക്ക് തുല്യം നിങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റൊരാളിനെ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. അതുല്യരാണ് നിങ്ങൾ, യൂണിക്കാണ്. അപ്പോൾ നിങ്ങളിലുള്ള കഴിവ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, മറ്റൊരാളിൽ നിങ്ങളുടെ കഴിവില്ല. മനസ്സിലായില്ല? അപ്പോൾ ആ കഴിവ് നിങ്ങൾ എന്താണ്? നിങ്ങളതിനെ കണ്ടെത്തുക. നിങ്ങളാണ് വലിയത്. മറ്റൊരാളിനെ അപേക്ഷിച്ച് നിങ്ങൾക്കാണ് ഒരുപാട് കഴിവുള്ളത്. അപ്പോൾ നിങ്ങൾ അതുല്യരാണ്. നിങ്ങളെ തുല്യപ്പെടുത്താൻ മറ്റൊരു വ്യക്തിയില്ല. ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു. നിങ്ങൾ ആ കഴിവിനെ ഉദ്ദീപിപ്പിച്ചെടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ കഴിവിനെ പ്രകാശിപ്പിച്ചെടുക്കുന്നില്ല, ഉജ്ജ്വലിപ്പിക്കുന്നില്ല. അതാണ് ഇവിടെ പ്രശ്നം. നിങ്ങൾ ധൈര്യമുള്ളവരാകൂ. നിങ്ങൾ അതിനെ കണ്ടെത്തൂ. ലിറ്റിൽ ക്രേസി ബട്ട് ബി യുവർ സെൽഫ്. കണ്ടില്ലേ, നിങ്ങളിൽ തന്നെയുണ്ട്, നിങ്ങൾ അതുല്യരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. 3, 4, 7, 7 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 8 എന്നുള്ള നമ്പറും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 7 ഒക്കെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഒക്കെ 7 വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ 8 എന്നുള്ള നമ്പരും വരുന്നുണ്ടാവാം. ഇവിടെ 6 എന്നുള്ള നമ്പർ, ലിസൺ ടു ദ എറ്റേണൽ സോങ് ഓഫ് യുവർ സോൾ. നിങ്ങൾക്ക് ശ്വസതമായ ഒരു സോങ് ആണ്. നിങ്ങൾക്ക് സംഗീതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. നിങ്ങളുടെ സോളിൽ നിന്ന്, നിങ്ങളുടെ ആത്മാവിൽ നിന്നും ഉണ്ട് ഒരു സംഗീതമുണ്ട്. മനസ്സിലായില്ലേ? സംഗീതം ചൊരിയുന്നതാണ് നിങ്ങളുടെ ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പ്രകാശിപ്പിക്കൂ, അതിനെ ഉജ്ജ്വലിപ്പിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരതരമായ സംഗീതം ആസ്വദിക്കാൻ സാധിക്കും. ട്യൂൺ ഇറ്റ് ഇൻ ടു ആൻഡ് ലേൺ ടു ട്രസ്റ്റ് ഇറ്റ്. എന്നിട്ട് നിങ്ങൾക്ക് അതിനെ വിശ്വസിക്കൂ.
അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് വിശ്വസിക്കൂ, അതിനെ കൂടുതൽ അറിയാൻ ശ്രമിക്കൂ, അതിനെ ട്യൂൺ ചെയ്തെടുക്കൂ. ആ ഒരു പ്രകാശത്തെ നിങ്ങൾക്ക് ട്യൂൺ ചെയ്തെടുക്കാൻ കഴിയും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം അനുഭവിക്കാൻ സാധിക്കും, അതിൻ്റേതായ സംഗീതം ആസ്വദിക്കാൻ സാധിക്കും. സംഗീതം എന്ന് പറയുന്നത് എന്താണ്? മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്നതാണ്. അപ്പോൾ അതിനുള്ള സമയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ദ ടൈം ഓഫ് ഗിൽറ്റ് ആൻഡ് ഷെയിം എൻഡ്സ് നൗ. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ കുറ്റബോധത്തിൻ്റെയും നാണക്കേടിൻ്റെയും ഒക്കെ സമയം തീരാറായിരിക്കുന്നു. പല കാര്യങ്ങളിലും കുറ്റബോധം അനുഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നാണക്കേട് വിചാരിച്ചിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പല ആൾക്കാരുമുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ സമയം കഴിയാറായിരിക്കുന്നു. അതിനെല്ലാം ഉപേക്ഷിച്ചേക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഫൊർഗിവ് യുവർ സെൽഫ് ആൻഡ് ബിഗിൻ ടു ലവ് യുവർ സെൽഫ് ജസ്റ്റ് ആസ് യു ആർ. നിങ്ങൾ എന്നിട്ട് എന്താണ്? നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമില്ലാത്തപ്പോഴാണ് നിങ്ങൾക്ക് കുറ്റബോധമൊക്കെ തോന്നുന്നത്, അല്ലെങ്കിൽ നാണക്കേട് തോന്നുന്നത്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ അറിഞ്ഞു വരൂ. ഇതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു, ഇത് തീരാറായിരിക്കുന്നു. കുറ്റബോധത്തിൻ്റെയും നാണക്കേടിൻ്റെയും ഒരു സമയം തീരാറായിരിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. സക്സസ് ആൻഡ് ഹാപ്പിനെസ് ആർ കമ്മിങ്. നിങ്ങളിലേക്ക് സക്സസ് വരുന്നുണ്ട്, ഹാപ്പിനെസ് വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്. എൻജോയ് ആൻഡ് സെലിബ്രേറ്റ് ലൈഫ്. ജീവിതം സന്തോഷിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക, ആഘോഷിക്കുക. അതിനുള്ള സമയം നിങ്ങളിലേക്ക് അടുത്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഫെയറി ഒറിക്കിളാണ്. പ്യൂരിറ്റിയാണ്. ആൾവേസ് ട്രസ്റ്റ് ഇൻ ദ പ്യൂരിറ്റി ഓഫ് യുവർ ഹാർട്ട്. എല്ലായ്പ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശുദ്ധത അറിയാൻ ശ്രമിക്കുക, വിശ്വസിക്കുക. നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണ്. എപ്പോഴാണത് ശുദ്ധമാകുന്നതെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എപ്പോഴാണ് നെഗറ്റീവായ എനർജിയെ നിങ്ങൾ പുറന്തള്ളുമ്പോൾ മാത്രമാണ് ഹൃദയം ശുദ്ധിയാവുന്നത്. കർമ്മയുടെ ഇത് കരഞ്ഞു തീർക്കുക, കർമ്മയുടെ കണ്ണുനീർ കരഞ്ഞു തീർക്കണം. എങ്കിൽ മാത്രമാണ് പിന്നീട് അത് ശുദ്ധിയാവുന്നത്. ആ ശുദ്ധിയിലേക്കാണ് വെളിച്ചം കടന്നു വരുന്നത്, സമാധാനം കിട്ടുന്നത്, സന്തോഷം ലഭിക്കുന്നത്, അല്ലേ? അതാണ് പറഞ്ഞത്. ലുക്ക് ഇൻസൈഡ് യുവർ ഹാർട്ട് ആൻഡ് വിത്തിൻ ഇറ്റ് യു ഫൈൻഡ് ദ ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഉള്ളിലേക്ക് നോക്കൂ, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ. അവിടെ നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. അവിടേക്ക് പ്രകാശം ചൊരിയൂ. അവിടുത്തെ പ്രകാശത്തെ, നിങ്ങളുടെ ഉള്ളിലുള്ള ഹൃദയത്തിൻ്റെ പ്രകാശത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ കാണും. അപ്പോൾ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവിടെ നിന്നും ലഭിക്കുന്നതാണ്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് എന്താണ്? അതുകൊണ്ടാണ്. അപ്പോഴാണ് കൂടുതൽ ഉൾവിളികൾ ഉണ്ടാവുന്നത്. അവിടെയാണ് നിങ്ങളുടെ സോളിൻ്റെ പ്രകാശം, ഹൃദയ ശുദ്ധിയായിട്ട് അവിടെ പ്രകാശം ഉണ്ടാവുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മ്യൂസിക് ലിസൺ കെയർഫുള്ളി ഫോർ ദെയർ മേ ബി എ മെസ്സേജ് ഇൻ ദ മ്യൂസിക് യുവർ ഹിയർ. അത് ഇവിടെ എന്താണ്? നിങ്ങൾക്ക് മ്യൂസിക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സന്തോഷകരമായിട്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ ദുഃഖകരമായ അവസ്ഥ നിങ്ങൾക്ക് വരുമ്പോഴും നിങ്ങൾ എങ്ങനെ വേണമെന്നാൽ നിങ്ങൾക്ക് സംഗീതത്തെ അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കാൻ തുടങ്ങണം. ഈ മ്യൂസിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. അതിനെ ആസ്വദിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സും ശരീരവും ഒരുപോലെ തന്നെ സന്തോഷത്തിലേക്ക് പോകുന്നതാണ്, സമാധാനം ലഭിക്കുന്നതാണ് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇതാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഇനി ഈ സെക്കൻഡ് പൈൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയില്ലെങ്കിൽ ഫസ്റ്റ് പൈൽ കൂടി നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. ഒരു ലൈക്ക് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം വരുമോ നിങ്ങൾക്ക്? ഒന്നുമില്ല. ഒരു താങ്ക് യു പറയാം. അത് നിങ്ങളുടെ ഹൃദയം ശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യൂ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.